ഗസാതെരുവിലെ ചോര കണ്ടേ ഞാനും എഴുതട്ടൊരു കണ്ണീർ കാവ്യം. പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായ്ക്കൂട്ടം. കരയണ പിടകള് നീയോ ചിരികളിയാകണ് കുന്നോ പിടകള മോഹന് വാനം പിടിപടി മുഴക്കണ് ലോകം മൗനം കാട്ടണ് നീയോ കണ്ണത് ചിമ്പണ് കനിവിന്റെ വാതില് മുട്ടണ് കനിവില്ലാ വാതില് കൂട്ടണ് അത്താഴ പട്ടിണിയാകണ് ദാഹത്താൽ നീര് നടക്കണ് വരാതെ കല്ലത് കെട്ടണ് പകലില്ലാതെ ഉച്ചോരെ കാണാതാവണ് യുദ്ധക്കള മൂടി നടക്കണ് ഗാസാ കരയണ പിടകള് നീയോ ചിരികളിയാകണ് കുന്നോ പിടകള മോഹന് വാനം പിടിപടി മുഴക്കണ് ലോകം മൗനം കാട്ടണ് നീയോ കനിവിന്റെ ചിമ്പണ് കനിവിന്റെ വാതില് മുട്ടണ് കനിവില്ലാ വാതില് മുട്ടണ് അത്താഴ പട്ടിണിയാകണ് ദാഹത്താൽ നീര് നടക്കണ് വരാതെ കല്ലത് കെട്ടണ് പകലില്ലാ നോമ്പ് തുറക്കണ് ഉച്ചോരെ കാണാതാവണ് നിന്നെ നോക്കി കാണും ആയിരത്തിന് നിന്നെ കാക്കും പെരിയവനാണ് സ്വർഗം കാട്ടും പൈതല് നിന്നെ ലോകം കാക്കും കാലം നിന്നെ നോക്കി കാണും ആയിരത്തിന് നിന്നെ കാക്കും പെരിയവനാണ് സ്വർഗം കാട്ടും പൈതല് നിന്നെ ലോകം കാക്കും. ാവണ പട്ടണം വീതിയിലൂടെ വാഴണ കോട്ടും നോക്കി പിതാവിനെ തട്ടണ് തൊട്ടും വളർന്ന ശരീരം കിട്ടണ് ആവുള്ളവനോ കയ്യും കെട്ടണ് ഇല്ലാത്തവനോ കയ്യും നീട്ടണ് ചോദിച്ചവനോ തലയും കെട്ടണ് വെള്ളത്തുള്ളിയാൽ മൂടി മറക്കണ് കണ്ണിമ ചിമ്മാൻ കഴിയാതാവണ് അളവില്ലാത്തൊരു കണ്ണീരൊഴുകണ് ഇടിപിടിയാലും ഉറക്കം പായണ് അടിപിടിയായൊരു ദുനിയാവാവണ് ക്ഷണക്കാനത വാനം നോക്കണ് കുടലിന് വയറിന് അറിയാതാവണ് രാവും പകലും തിരിയാതാവണ് വളരെയില്ലാ ദുനിയാവാവണ് കാലം നിന്നെ നോക്കി കാണും ആഹിറത്തിന് നിന്നെ കാക്കും പെരിയവനാണ് സ്വർഗം കാട്ടും പൈതല് നിന്നെ ലോകം കാക്കും കാലം നിന്നെ നോക്കി കാണും ആഹിറത്തിന് നിന്നെ കാക്കും പെരിയവനാണ് സ്വർഗം കാട്ടും പൈതല് നിന്നെ ലോകം കാക്കും. ഗാസാ കരയണ പിടയണ് നീയോ ലോകം മൗനം കാട്ടണ് നീയോ കണ്ണത് ചിന്തണ് കനിവിന്റെ വാതില് മുട്ടണ് കനിവില്ലാ വാതില് കൂട്ടണ് അത്താഴ പട്ടിണിയാകണ് ദാഹത്താൽ നീര് നടക്കണ് വരാതെ കല്ലത് കെട്ടണ് പകലില്ലാ നോമ്പ് തുറക്കണ് ഒരിക്കലെ കാണാതാവണ് യുദ്ധക്കള മൂടി നടക്കണ് കാലം നിന്നെ നോക്കി കാണും ആയിരത്തിന് നിന്നെ കാക്കും പെരിയവനാണ് സ്വർഗം കാട്ടും പൈതല് നിന്നെ ലോകം കാക്കും കാലം നിന്നെ നോക്കി കാണും ആയിരത്തിന് നിന്നെ കാക്കും പെരിയവനാണ് സ്വർഗം കാട്ടും പൈതല് നിന്നെ ലോകം കാക്കും. ഒരു കുഞ്ഞുമോളുടെ ചിതറിയ ചിരിവാരി മലക്കുകൾ റബ്ബിന്റെ മുമ്പിൽ വന്നു. ഒരു കുഞ്ഞുമോളുടെ ചിതറിയ ചിരിവാരി മലക്കുകൾ റബ്ബിന്റെ മുമ്പിൽ വന്നു. അരുവികളൊഴുകുന്ന ആരാമങ്ങൾ തോറും അവളെയും കൊണ്ടവർ നടന്നു. ഇനി എന്തു വേണമെന്നാരാഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ ഭൂമിയിലേക്ക് താഴ്ന്നു. ഗസയിൽ തന്നെ പോയി പാർക്കണം ഇനിയും ശരീരായി മടങ്ങേണമെന്ന വണ്ണം
സീമകൾ കൊട്ടിയടച്ചപ്പോൾ അല്ലാഹ് തുറന്നു മറ്റൊരു ദർവാസ. അതിരുകളില്ലാത്ത